ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ ഫുൾ റിവിഷൻ കഴിഞ്ഞു. ഇത് നമ്മൾ രണ്ടാമത്തെ പാഠഭാഗത്തെ റിവിഷനാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ പേജിൽ എന്താണ്, ജിനുവിൻ്റെ ഒരു ഡയറിയിൽ സൂചിപ്പിച്ച ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടതും ചോദ്യമാണ് ആദ്യത്തേത്. ഓക്കെ. പിന്നെ ആസിഡിനെയും ബേസിനെയും കുറിച്ചും ആ പാഠഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങളും, വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുഴുവൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചോദ്യവും മിസ്സാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ജിനുവിൻ്റെ ഡയറി സൂചിപ്പിച്ച പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാൻ പിങ്ക് നിറമുള്ള ദ്രാവകവുമായി ചേർത്ത പദാർത്ഥങ്ങൾ എന്തെല്ലാമായിരുന്നു? നാരങ്ങാനീര്, വിനാഗിരി, പുളിവെള്ളം എന്നിവയൊക്കെയാണ് മഞ്ഞ നിറം ലഭിക്കാൻ കാരണമായത്. ആസിഡുകളുടെ 2 പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? ആസിഡിൻ്റെ 2 പ്രധാന സവിശേഷത, ഒന്നാമത്തേത് ആസിഡുകൾ പൊതുവെ പുളി രുചി ഉണ്ടാവും. ആസിഡിന് എന്ത് രുചിയാണ്? പുളി രുചിയാണ്. അവ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നു. അപ്പോൾ ആസിഡിൻ്റെ 2 പ്രധാന സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് പുളിരുചി, രണ്ടാമത്തേത് നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു. ഇനി അടുത്തത് ബേസുകളുടെ 2 പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? ബേസുകൾക്ക് പൊതുവെ കയ്പ് രുചിയാണുള്ളത്. ആസിഡിന് പുളിരുചി, ബേസിന് കയ്പ് രുചി. അവ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നു. നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. നേരത്തെ നമ്മൾ ആസിഡിൻ്റെ പറഞ്ഞത്, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ബേസ് വരുമ്പോൾ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നു. ചോദ്യം ഇങ്ങനെയായിരിക്കും, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നു, ഇത് എന്തിൻ്റെ സവിശേഷതയാണ്? അപ്പം നമുക്ക് എന്തെഴുതാം? ബേസ് എന്നെഴുതാം. ഇനി ലിറ്റ്മസ് പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് എവിടെ നിന്നാണ് നിർമ്മിക്കുന്നത്? അപ്പോൾ ലിറ്റ്മസ് പേപ്പർ പദാർത്ഥങ്ങളുടെ സ്വഭാവം, അതായത് ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളുടെ സ്വഭാവം, അതായത് പദാർത്ഥങ്ങൾക്ക് ആസിഡ് സ്വഭാവമാണോ അല്ലെങ്കിൽ ബേസ് സ്വഭാവമാണോ ഇതറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂചകം മാത്രമാണ് ലിറ്റ്മസ് പേപ്പർ. ഇത് ലൈക്കണുകളുടെ സത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ലൈക്കണുകളുടെ സത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഇനി അടുത്തത് സൂചകങ്ങൾ. ഇൻഡിക്കേഴ്സ് എന്നാൽ ഒരു ഉദാഹരണം എഴുതുക. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. എന്താണ് സൂചകങ്ങൾ എന്ന് ചോദിച്ചാൽ, നമുക്ക് നിറം മാറുക, അതായത് ഇപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്ന് പറഞ്ഞില്ല, അപ്പോൾ നിറം മാറുകയാണ്. അതിലൂടെ നമുക്ക് ആസിഡ് ഏതാണ് ബേസ് ഏതാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ സഹായിക്കുകയാണ്. ഇങ്ങനെ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ഓക്കെ, ഇനി പാഠഭാഗത്ത് പരാമർശിച്ചുള്ള 2 ലബോറട്ടറി സൂചകങ്ങളുണ്ട്. പേജിൽ നിങ്ങൾക്ക് 2ാമത്തെ പേജ് നോക്കിയാൽ കാണാം. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്ന 2 സൂചകങ്ങൾ ഫിനോഫ്തലീൻ, മീത്തൈൽ ഓറഞ്ച് ആണ്. അപ്പോൾ ഫിനോഫ്തലീനും മീത്തൈൽ ഓറഞ്ചും ഒക്കെ എന്തിൻ്റെ വിഭാഗത്തിൽ പെടുന്ന സൂചകങ്ങളാണ്? എന്താണത്? സൂചകങ്ങളാണ്. ഫിനോഫ്തലീനും മീത്തൈൽ ഓറഞ്ചും സൂചകങ്ങളാണ്. ഇനി ഫിനോഫ്തലീൻ, മീത്തൈൽ ഓറഞ്ച് എന്നീ സൂചകങ്ങൾ ഏത് തരം പദാർത്ഥങ്ങൾ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്? ഇവ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആസിഡിനെയും ബേസുകളെയും തിരിച്ചറിയാനാണ് ഈ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിനോഫ്തലീൻ ആയിക്കോട്ടെ, മീത്തൈൽ ഓറഞ്ച് ആയിക്കോട്ടെ, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി ആസിഡ് സ്വഭാവമുള്ള 3 ദ്രാവകങ്ങൾ എഴുതാനാണ്. വിനാഗിരി, നാരങ്ങാനീര്, മോര്, പുളിവെള്ളം, ഇതൊക്കെ ആസിഡ് സ്വഭാവമുള്ള നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ വിനാഗിരി അത് ആസിഡ് സ്വഭാവമാണ്. നാരങ്ങാനീര് കുറച്ച് പുളിരുചിയാണല്ലോ, മോര് പുളിരുചിയാണ്, പുളിവെള്ളം പുളിരുചിയാണ്. ഇതൊക്കെ എന്തിനുദാഹരണമാണ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആസിഡ് സ്വഭാവമുള്ള വസ്തുക്കളാണ്, ദ്രാവകങ്ങളാണ്. ഇനി ബേസ് സ്വഭാവമുള്ള 3 ദ്രാവകങ്ങൾ ഒന്ന് സോപ്പ് വെള്ളം, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചാരവെള്ളം. ഇതൊക്കെ ബേസ് സ്വഭാവമുള്ളതാണ്. അപ്പോൾ സോപ്പ് വെള്ളം, ചുണ്ണാമ്പ് വെള്ളം, അപ്പക്കാര ലായനി, ചാരവെള്ളം, വെണ്ണീരെന്നൊക്കെ പറയാം, അതൊക്കെ ബേസ് സ്വഭാവമുള്ളതാണ്. ഇനി നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തു അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുമ്പോൾ ലബോറട്ടറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസരത്തിൽ നിന്ന് നമുക്ക് നീല ലിറ്റ്മസിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ചുവന്ന ചെമ്പരത്തിപ്പൂവ് ഒരു വെള്ള കടലാസിൽ നന്നായി ഉരച്ച് പിടിച്ച് ഉണ്ടാക്കുന്ന പേപ്പർ നീല ലിറ്റ്മസിന് പേപ്പറിന് പകരം
പകരമായി ഉപയോഗിക്കാം. എന്താണ്? ചുവന്ന ചെമ്പരത്തിപ്പൂവ് ഒരു വെള്ള കടലാസിൽ നന്നായി ഉരച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കുന്ന പേപ്പർ നീല ലിറ്റ്മസിന് പകരമായി ഉപയോഗിക്കാം. അപ്പോൾ നീല ലിറ്റ്മസിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്? ചുവന്ന ചെമ്പരത്തിപ്പൂവാണ്. അതൊരു വെള്ള കടലാസ് എടുക്കുക, നന്നായി ഉരയ്ക്കുക, എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാം. അത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കുമ്പോൾ ചുവപ്പ് നിറമായി മാറും. അതെന്താണ്? ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ നമ്മൾ മുക്കുമ്പോൾ ചുവപ്പ് നിറമായി മാറും. അപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെമ്പരത്തിപ്പൂവ് ഒരു വെള്ളക്കടലാസിൽ നന്നായിട്ട് ഉരച്ച് അത് പുളിവെള്ളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താവും? അത് ചുവപ്പ് നിറമാകും. ഇനി അടുത്തത് ജിനുവിൻ്റെ ഡയറിയിലെ മാജിക് പരീക്ഷണത്തിൽ പിങ്ക് ദ്രാവകം ആവാൻ എന്തായിരിക്കും സാധ്യത? പതിമുഖം ഇട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കാനാണ് സാധ്യത. ഇനി വിനാഗിരി, നാരങ്ങനീര്, മോര് എന്നിവയ്ക്ക് പുളിരുചി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇവയിൽ ആസിഡുകൾ അടങ്ങിക്കൊണ്ടതുകൊണ്ടാണ് ഇവയ്ക്ക് പുളിരുചി ഉണ്ടാകുന്നത്. അപ്പോൾ വിനാഗിരി, നാരങ്ങനീര്, മോര് ഇവയ്ക്കൊക്കെ പുളിരുചി ഉണ്ട്. എന്തുകൊണ്ടാണ്? അതിലൊക്കെ ഓരോ തരം ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വഴിയെ പഠിക്കും. ഇനി നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും 4 വസ്തുക്കൾ: ഗ്ലാസ് ടെമ്പറുകൾ, പതിമുഖം, വിനാഗിരി, നാരങ്ങനീര്, അപ്പക്കാരം, ചുണ്ണാമ്പ്, ചാരം. ഇനി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്ന കടലാസ് ചായമാണ് ലിറ്റ്മസ് പേപ്പർ. ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങൾ ചെമ്പരത്തിപ്പൂവിൻ്റെ പേപ്പറുമായി പ്രതികരിക്കുമ്പോൾ എന്ത് നിറമാറ്റമാണ് ഉണ്ടാകുന്നത്? പേപ്പറിൻ്റെ നിറം ചുവപ്പായി മാറുന്നു. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ബേസുകളാണ്. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? നേരത്തെ പറഞ്ഞതാണ്, ആസിഡുകളാണ്. ജിനുവിൻ്റെ പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാൻ ഉപയോഗിച്ച ദ്രാവകങ്ങളുടെ പൊതുവായ രുചി എന്താണ്? പുളിരുചിയാണ്. എന്താണ്? അതൊക്കെ ആസിഡാണ്. ലൈക്കൺ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായം ഏതാണ്? ലിറ്റ്മസ് പേപ്പറാണ്. വീടുകളിൽ നിന്ന് ശാസ്ത്ര കിറ്റിലേക്ക് ശേഖരിക്കാൻ കഴിയുന്ന 2 രാസവസ്തുക്കൾ എന്താണ്? അപ്പക്കാരം, ചുണ്ണാമ്പ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ആസിഡുകൾ. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾക്ക് എന്താണ് പറയുക? ബേസുകൾ. അപ്പോൾ നിങ്ങൾക്ക് ആസിഡ്, ബേസ് എന്നുള്ള കൺസെപ്റ്റ് ശരിയായി മനസ്സിലായി കാണും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അഥവാ സൂചകങ്ങൾ. പദാർത്ഥങ്ങൾ എന്താണ്? സൂചകങ്ങളാണ്. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ലിറ്റ്മസ് പേപ്പർ ഏത് സസ്യത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്? ലൈക്കൺ. ഓക്കെ. ലബോറട്ടറി സാധാരണയായി ഉപയോഗിക്കുന്ന 2 സൂചകങ്ങൾ ഏതെല്ലാമാണ്? ഫിനോഫ്തലീൻ, മീഥൈൽ ഓറഞ്ച്. ഇനി പതിമുഖം ചേർത്ത വെള്ളത്തിന് ഏത് നിറമാണ് ലഭിക്കുന്നത്? പിങ്ക്. പുളിരുചി എന്നത് ലാറ്റിൻ ഭാഷയിൽ പറയുന്ന വാക്ക് എന്താണ്? ആസിഡസ് എന്നാണ് പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ പറയുന്നത്. ആസിഡ് എന്ന പദം ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത്? ആസിഡസ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇനി തൈരിന് പുളിരുചി നൽകുന്ന ആസിഡ് ഏതാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തൈരിന് പുളിരുചി നൽകുന്നത് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ് തൈരിലാണ് അടങ്ങിയിരിക്കുന്നത്. പാലിനെ തൈരാക്കാൻ മാറ്റാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏത്? ലാക്ടോബാസിലസ് ആണ്. പാലിനെ തൈരാക്കാൻ മാറ്റുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. അപ്പോൾ ലാക്റ്റിക് ആസിഡാണ് തൈരിൽ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് സിട്രിക് ആണ്. നാരങ്ങ സിട്രിക് ആസിഡ്. അതേപോലെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡാണ്. വാളംപുളി അടങ്ങിയിരിക്കുന്ന ടാറ്റാറിക് ആസിഡാണ്. വാളംപുളി അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാറ്റാറിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് മാലിക് ആസിഡാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? മാലിക് ആസിഡാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് അസ്കോർബിക് ആസിഡാണ്. വിറ്റാമിൻ സി എന്നും പറയും. എന്താണ് അടങ്ങിയിരിക്കുന്നത്? അസ്കോർബിക് ആസിഡ്. ഇനി തക്കാളി അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്. ആസിഡുകൾക്ക് പൊതുവെയുള്ള രുചി എന്താണ്? പുളിരുചി. അപ്പോൾ നമുക്ക് തക്കാളി അടങ്ങിയിരിക്കുന്ന എന്താണ്? ഓക്സാലിക് ആണ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡാണ്. ആപ്പിള് മാലിക് ആസിഡാണ്. വാളംപുളി ടാറ്റാറിക് ആസിഡാണ്. നാരങ്ങ സിട്രിക് ആസിഡാണ്. വിനാഗിരി അസറ്റിക് ആസിഡാണ്. ഇനി ആസിഡുകൾക്ക് പൊതുവെയുള്ള രുചി നമുക്കറിയാം, പുളിരുചിയാണ്. ബേസുകൾക്ക് പൊതുവെയുള്ള രുചി കാരരുചിയാണ്. കൈവിരലുകൾ കൊണ്ട് ഉരസുമ്പോൾ വഴുവഴുപ്പ് അനുഭവപ്പെടുന്ന പദാർത്ഥങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ബേസുകൾ. ഒരു സാർവത്രിക സൂചകം ഉപയോഗിച്ച് ഒരു ദ്രാവകത്തിൻ്റെ എന്ത് കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്? അപ്പം പദാർത്ഥം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഫിനോഫ്തലീൻ, മീഥൈൽ ഓറഞ്ച് എന്നിവയെ എന്ത് സൂചകങ്ങളായിട്ടാണ് വിളിക്കുന്നത്? ലബോറട്ടറി സൂചകങ്ങൾ. ചുവന്ന ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പേപ്പർ ഏത് ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് ഉപയോഗിക്കാം?
ഉപയോഗിക്കാം. നീല ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് ഉപയോഗിക്കാം. പുളിരുചിയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ വീര്യം കൂടിയവയാണോ കുറഞ്ഞവയാണോ? വീര്യം കൂടിയവയാണ്. സോപ്പ് ഏത് സ്വഭാവമുള്ള പദാർത്ഥമാണ്? ബേസ് സ്വഭാവമുള്ളതാണ് സോപ്പ്. സോപ്പിൻ്റെ രുചി എന്താണ്? കാര രുചിയാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ സാധ്യതയുള്ള ഫലം എന്താണ്? ഓറഞ്ച് ഉപയോഗിക്കാം, മുന്തിരി, ഇരുമ്പമ്പുളി, തക്കാളി, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിലൊക്കെ ആസിഡ് അടങ്ങിയിരിക്കുന്നു. നീല ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ച് പഠിച്ച പരീക്ഷണം നടത്താൻ ശാസ്ത്ര കിറ്റിൽ കരുതിയ 2 ദ്രാവകങ്ങൾ ഏതൊക്കെയാണ്? വിനാഗിരി, നാരങ്ങ നീര്, പുളിവെള്ളം, സോപ്പ് വെള്ളം. ഓക്കെ. പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാൻ പിങ്ക് ദ്രാവകവുമായി ചേർത്ത പുളിരസമുള്ള പദാർത്ഥം എന്താണ്? പുളിരസമുള്ളത് എന്താണ്? നാരങ്ങ നീര്, വിനാഗിരി, പുളിവെള്ളം, ഇതൊക്കെ ആസിഡ് സ്വഭാവമുള്ളതാണ്. സാർവിക സൂചകം എന്താണ്? പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം. ഒരു സൂചകത്തിൻ്റെ പ്രധാന ധർമ്മം എന്ത്? നിറം മാറ്റത്തിലൂടെയും ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. ചെമ്പരത്തി പൂവിൻ്റെ പേപ്പർ ബേസ് സ്വഭാവമുള്ള ദ്രാവകത്തിൽ മുക്കിയാൽ എന്ത് സംഭവിക്കും? നിറമാറ്റം സംഭവിക്കുകയില്ല. ചുവപ്പ് ലിറ്റ്മസിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുമ്പോൾ നീലയായി മാറും. ഓക്കെ. വീട്ടിലെ അടുക്കളയിൽ കാണാൻ കഴിയുന്ന ഒരു ആസിഡ് വിനാഗിരി. പുളിരുചിയുള്ള ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ പേരെഴുതാം. നാരങ്ങ, മോര്, പുളി, ആപ്പിൾ, തക്കാളി, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സോപ്പും അപ്പക്കാരവും ഉപയോഗിച്ച് കൈവിരലുകൾ ഉരസിയാൽ എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നത്? വഴുവഴുപ്പാണ് ഉണ്ടാകുന്നത്. ഫിനോഫ്തലീൻ സൂചകം ആസിഡിൽ ചേർത്താൽ എന്ത് നിറമാറ്റമാണ് ഉണ്ടാകുന്നത്? നിറമാറ്റം സംഭവിക്കുകയില്ല. മീത്തൈൽ ഓറഞ്ച് സൂചകം ആസിഡിൽ ചേർത്ത മീത്തൈൽ ഓറഞ്ച് ആസിഡിൽ ചേർച്ചാൽ എന്ത് നിറമാറ്റമാണ്? ചുവപ്പ് നിറം. ഫിനോഫ്തലീൻ സൂചകം ബേസിൽ ചേർത്താൽ എന്ത് നിറമാറ്റമാണ് ഉണ്ടാകുന്നത്? പിങ്ക് നിറം. അപ്പോൾ ആസിഡിൽ മീത്തൈൽ ഓറഞ്ച് ചേർത്താൽ ചുവപ്പ് നിറമാണ്. അതേസമയം ഫിനോഫ്തലീൻ നിറമാറ്റം സംഭവിക്കുന്നില്ല. ഫിനോഫ്തലീന് ബേസിൽ ചേർത്ത പിങ്ക് നിറമാണ്. മീത്തൈൽ ഓറഞ്ച് സൂചകം ബേസിൽ ചേർത്താൽ എന്ത് നിറമാറ്റമാണ്? മഞ്ഞ നിറം. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണോ? ശരിയാണ്. അതെ. അതായത് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ എവിടെ നിന്നാണ് എത്തുന്നത്? ഉറയായി ഉപയോഗിക്കുന്ന തൈരിൽ നിന്നാണ് ബാക്ടീരിയ എത്തുന്നത്. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. നെല്ലിക്കയുടെ പുളിരുചിക്ക് കാരണം എന്താണ്? അസ്കോർബിക് ആസിഡാണ്. പതിമുഖ വെള്ളം മഞ്ഞ നിറമാകാൻ ചേർത്ത ദ്രാവകങ്ങൾ ഏത് സ്വഭാവമുള്ളതാണ്? ആസിഡ് സ്വഭാവമുള്ളതാണ്. ജിനുവിൻ്റെ ഡയറിയിലെ മാജിക് പരീക്ഷണം എന്തായിരുന്നു? പിങ്ക് നിറമുള്ള ദ്രാവകം മഞ്ഞ നിറയാണ്. അടുത്ത ചോദ്യം നോക്കാം. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്. ശരീരത്തിൽ വീര്യം കൂടിയ ആസിഡ് വീണാൽ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത്? പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ ഒഴിക്കുക. അപ്പോൾ ഒരാൾക്ക് ആസിഡ് വീണാൽ എന്താ ചെയ്യേണ്ടത്? പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ ഒഴിക്കുക. ആമാശയ ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിലുള്ളത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അസിഡിറ്റിക്ക് പരിഹാരമായി ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻറ്റാസിഡുകൾ. എന്താണ്? ആൻറ്റാസിഡുകൾ. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജൻ ആണ്. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറി കാവൻഡിഷ്. റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം, ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം, ഇതൊക്കെ എന്താണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ആസിഡുകളുടെ 2 പൊതു സ്വഭാവങ്ങൾ എഴുതുക. പുളിരുചിയുണ്ട്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട്? അച്ചാറുകളിലെ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിച്ച് വിഷപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. വിനാഗിരിയുടെ ഒരു ഉപയോഗം എഴുതുക. അച്ചാറുകൾ ഉണ്ടാക്കാൻ. മോഹൻ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് എന്താ? അതായത് വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. രാസവളം, പെയിൻറ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ബാറ്ററി കാണുന്ന ആസിഡാണ്. പെയിൻറ്റിൽ കാണുന്നത് നൈട്രിക് ആസിഡാണ്. തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാണ്. തുകലും മഷിയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാനിക് ആസിഡാണ്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിന് വേറൊരു പേരുണ്ട്, കാസ്റ്റിക് സോഡ. അപ്പോൾ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തെഴുതാം? സോഡിയം ഹൈഡ്രോക്സൈഡ്. മരുന്നുകളിൽ ഉപയോഗിക്കുന്ന 2 ബേസുകൾ ഏതെല്ലാമാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്.
സോഫ്റ്റ് സോപ്പ്, അതായത് ബേബി സോപ്പ് പോലെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോപ്പ് നിർമ്മാണത്തിൽ വെളിച്ചെണ്ണയിലേക്ക് കാസ്റ്റിക് സോഡ ലയിപ്പിച്ച് വെള്ളം ചേർക്കുന്ന എന്തിനാണ്? സോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള രാസപ്രവർത്തനം നടക്കാം. സോപ്പ് നിർമ്മാണത്തിൽ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുന്നത് എന്തിനാണ്? സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാൻ. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ത്? കൈകൊണ്ട് തൊടുകയോ മണത്തു നോക്കുകയോ രുചിച്ചു നോക്കുകയോ ചെയ്യരുത്. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹോൾഡർ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആസിഡുകൾ. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ബേസുകൾ. അസിഡിറ്റിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്താണ്? ആമാശയത്തിലെ നീറ്റൽ, നെഞ്ചരിച്ച്, പുളിച്ചു തികട്ടൽ. ഹൈഡ്രജൻ വാതകത്തിന് ഒരു പ്രത്യേകത എഴുതുക. കത്തുന്ന വാതകമാണ്. നൈട്രിക് ആസിഡിൻ്റെ ഒരു ഉപയോഗം എഴുതുക. രാസവള നിർമ്മാണമാണ്. പാഠഭാഗത്തിൻ്റെ, അതായത് രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ അവസാന പേജിലുള്ള ചോദ്യങ്ങളാണിത്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ബേസ് ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോപ്പ് നിർമ്മാണത്തിന് എന്താണ് ഉപയോഗിക്കുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. മണ്ണിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബേസ് ഏത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മണ്ണിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മരുന്നുകളിൽ ഉപയോഗിക്കുന്ന രണ്ട് ബേസുകൾ ഏതെല്ലാമാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഏതൊക്കെയാണ് മരുന്നുകൾ ഉപയോഗിക്കുന്ന? അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും. സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി സോപ്പ് നിർമ്മാണത്തിൽ ഗാഢതയും അളവും കൂട്ടാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറുമാണ്. സോപ്പ് മിശ്രിതം മോൾഡിൽ ഒഴിച്ച ശേഷം എത്ര ദിവസത്തിന് ശേഷം ഉപയോഗിക്കാം? 2 ആഴ്ച കഴിഞ്ഞ്. സോപ്പ് നിർമ്മാണത്തിൽ കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ എന്താണ് പുറത്തുവിടുന്നത്? താപം. ബേസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത സൂചകം ഏത്? മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ സോപ്പ് ലായനി ചേർത്താൽ എന്ത് നിറമാറ്റമാണ് ഉണ്ടാകുന്നത്? ചുവപ്പ് നിറം. ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങൾ മഞ്ഞളിന്മേൽ വീണാൽ എന്ത് നിറം ലഭിക്കുന്നു? ചുവപ്പ്. ചുവന്ന ചീരയുടെ സ്വാഭാവിക നിറം എന്താണ്? ചുവപ്പ്. നീല ശംഖുപുഷ്പത്തിൻ്റെ സ്വാഭാവിക നിറം ഏതാണ്? നീല. ചുവന്ന കാബേജിൻ്റെ സ്വാഭാവിക നിറം ഏതാണ്? ചുവപ്പ്. ബീറ്റ്റൂട്ടിൻ്റെ സ്വാഭാവിക നിറം എന്താണ്? ചുവപ്പ്. സോപ്പ് ഉണ്ടാക്കുന്നതിന് 20 സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയുടെ അളവ് എത്രയാണ്? 1 കിലോഗ്രാം. സോപ്പ് നിർമ്മാണത്തിൽ കളർ ചേർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഭംഗി കൂട്ടാൻ. സോപ്പ് നിർമ്മാണത്തിൽ പെർഫ്യൂം ചേർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സുഗന്ധത്തിന്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നം? പേപ്പർ റയോൺ സോപ്പ്.